ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇനി നമുക്ക് നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരി ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ 2 കിലോ പച്ചരിക്ക് 1/2 കിലോ പുഴുകലരി, ഈ ഒരു അളവിലാണ് അരി എടുക്കുന്നുള്ളത്. നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് ഈ റേഷ്യോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. 1 കിലോ പച്ചരിയാണ് എടുക്കുന്നുള്ളതെങ്കിൽ 1/4 കിലോ പുഴുകലരി മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 4-5 മണിക്കൂറിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. നല്ല ഡാർക്ക് കളറുള്ള ഈ ഒരു ടൈപ്പ് ശർക്കരയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. 2.5 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 2.5 കിലോ അരിക്ക് 2.5 കിലോ ശർക്കര, ഇതാണ് ഇതിന്റെ അളവ്. ശർക്കര ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ 2 തേങ്ങ മുഴുവനായും ചിരവെടുത്തിട്ടുണ്ട്. 2 മൈസൂർ പഴവും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അരച്ചെടുക്കാം. ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നുള്ളത്. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് 2-3 ബാച്ചസ് ആയിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നുള്ളത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച അരിയും കൂടി കുറച്ച് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല, ചെറിയ തരിതരിപ്പോട് കൂടി ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് അരച്ചെടുക്കുന്നുള്ളത്. വെള്ളം ഒട്ടും കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനൊരു 25 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 മൈസൂർ പഴവും കൂടി തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വീഡിയോ എനിക്ക് എടുക്കാൻ മിസ്സായി പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറക്കാതെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മാവ് അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ണിയപ്പം ചുടാൻ പറ്റില്ല. കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഉണ്ണിയപ്പം ചുടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉണ്ണിയപ്പം നല്ലപോലെ പൊങ്ങി കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും നെയ്യിലും ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള നെയ്യ് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതിന്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. തേങ്ങാക്കൊത്തിന്റെ നിറം മാറി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് എള്ളും ഒന്ന് കഴുകി ഇട്ട് കൊടുക്കാം. എള്ളും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാവിലേക്ക് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം. ഉണ്ണിയപ്പം ചുടാൻ വേണ്ടി ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഓരോ കുഴികളിലായിട്ട് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പം എണ്ണയിൽ നിന്ന് ഇത് പൊങ്ങി വരും. ആ സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പം എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. എണ്ണ ഓവറായിട്ട് ചൂടാവാനും പാടില്ല, ചൂടൊട്ടും കുറയാനും പാടില്ല. ചൂട് കൂടിപ്പോയാൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറി അകത്ത് വേവാതെ വരും. ചൂട് കുറഞ്ഞാൽ ഉണ്ണിയപ്പം പൊങ്ങാതെ ഹാർഡായി പോവും. അതുകൊണ്ട് എണ്ണയുടെ ചൂട് ഒരു മീഡിയം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിന്. തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു നെയ്യുടെ ഫ്ലേവർ കൂടി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.